സഹകരണ മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത് വൻ അവസരങ്ങളാണ്. ഈ വർഷം തന്നെ വരാൻ പോകുന്ന 3 അസിസ്റ്റന്റ് സെക്രട്ടറി, ജൂനിയർ ക്ലർക്ക് നോട്ടിഫിക്കേഷനുകളിൽ പ്രതീക്ഷിക്കുന്നത് നിരവധി അവസരങ്ങളാണ്. കേരള ബാങ്കിലേക്ക് നടക്കുന്ന സൊസൈറ്റി കോട്ട നിയമനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന അവസരങ്ങൾ നിരവധിയാണ്. ഒപ്പം തന്നെ സഹകരണ മത്സര പരീക്ഷകളിൽ വരാൻ പോകുന്ന കാതലായ മാറ്റങ്ങളെക്കുറിച്ചും സമഗ്രമായി അറിയാം സൗജന്യ വെബിനാറിലൂടെ. വെബിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യുകയോ CSEB എന്ന കോഡോടുകൂടി താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്യുക. ഹായ്, നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ CSEB ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ CSEB എക്സാമിനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ചോദ്യങ്ങളുള്ളതിൽ 3, 4, 5 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്പർ സീരീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്പർ സീരീസ് മാത്രമല്ല, ആൽഫബറ്റ് സീരീസ് ഉണ്ട്, നമ്പർ പ്ലസ് ആൽഫബറ്റ് സീരീസ് ഉണ്ട്. അതിനെയും കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്തിനെയാണ്, നമ്പർ സീരീസിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ സീരീസിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും, നമ്പർ സീരീസിലേക്ക് നമുക്ക് എങ്ങനെ ഇറങ്ങിച്ചെല്ലാൻ പറ്റും, അല്ലെങ്കിൽ നമ്പർ സീരീസ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അതുമാത്രമല്ല, നമ്മളിവിടെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അത് തന്നെ ചോദിക്കണമെന്ന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ മോഡൽ ചിലപ്പോൾ ചോദിക്കാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതിനോടൊപ്പം നിങ്ങളൊരു 100, 200 ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താവും, നിങ്ങൾക്ക് സെറ്റ് ആവാൻ പറ്റും. സീരീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്വന്തമാക്കാൻ പറ്റും, അല്ലേ? ശരി, അപ്പോൾ ഞാൻ എങ്ങനെയാണ് നമുക്കൊരു സീരീസ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ സീരീസിലേക്ക് അപ്രോച്ച് ചെയ്യണം എന്നതിനെ പറ്റിയാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു സീരീസ് നമുക്ക് കിട്ടി. അപ്പോൾ ഞാൻ 2 തരത്തിലുള്ള സീരീസുകൾ ഞാൻ സർക്കിളിൽ കൂടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാണ്, കാണിച്ചു തരികയാണ്. അപ്പോൾ നോക്കുക, ഇത് ആദ്യം ഒരു സർക്കിൾ ഞാൻ ഇട്ടു, രണ്ടാമതൊരു സർക്കിൾ. ഈ സർക്കിളിൻ്റെ സൈസ് എന്താണെന്ന് മനസ്സിലാക്കണം, നമ്പറിൻ്റെ വാല്യൂ ആണ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഈ സർക്കിളിൻ്റെ സൈസ് എന്താണ്, ദ വാല്യൂ ഓഫ് നമ്പർ ആണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ രണ്ടാമതൊരു സീരീസ് ഞാൻ ഇടുകയാണെങ്കിൽ നോക്കുക, ഇങ്ങനെ 2 തരത്തിലുള്ള സീരീസുകൾ ഞാനിവിടെ സർക്കിളിൻ്റെ സൈസ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇവിടെ നോക്ക്, ഒരു പ്രത്യേക ഒരു രീതിയിലാണ് എന്താണ് നമ്പേഴ്സിൻ്റെ വാല്യൂ കൂടി പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ആദ്യത്തെ 3 ടേം നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും എന്ത്, അത് അഡീഷൻ സീരീസ് ആണോ, സബ്ട്രാക്ഷൻ സീരീസ് ആണോ, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണോ, ഡിവിഷൻ ആണോ. ഇപ്പോൾ നോക്കാം അങ്ങനെ പ്രധാനമായിട്ട് 4 സീരീസുകളാണുള്ളത്, അല്ലേ? ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യണം. ഇവരെ ആദ്യത്തെ 3 ടേമുകൾ എന്താണ്, ഒരു പ്രത്യേക രീതിയിലാണ് ഇത് കൂടി പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അത് അഡീഷൻ സീരീസും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവൻ എന്തായിരിക്കും, അത് സബ്ട്രാക്ഷൻ സീരീസും ആയിരിക്കും, അല്ലേ? അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇനി നോക്ക്, നമ്മൾ നേരെ അടുത്തൊരു സീരീസ് നോക്കിയേ. ഇവനെക്കാട്ടിൽ എത്രയോ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ സൈസ് ഉള്ളവനാണ് അടുത്തത്, അവനെക്കാട്ടി വലിയ സൈസാണ് അടുത്തുള്ളവന്, അവനെക്കാട്ടി വലിയ സൈസാണ് അടുത്തുള്ളവൻ, അല്ലേ? സൈസ് എന്താണ്, ഒരുപാട് 3 ഇരട്ടി 4 ഇരട്ടി വെച്ച് എന്ത് ചെയ്യുന്നു, വർദ്ധിച്ചു പോകുന്നു. അപ്പോൾ ആദ്യത്തെ 3 ടേം തന്നെ നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഏകദേശം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്താണ്, അത് മൾട്ടിപ്ലിക്കേഷൻ ആണോ അഡീഷൻ ആണോ എന്ന്. അപ്പോൾ ഈ ഒരു പാറ്റേൺ, ഇത് വാല്യൂ ഓഫ് നമ്പർ ആണ് നമ്മൾ ഈ സർക്കിളിൻ്റെ സൈസിനെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ചോദ്യം നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ 1ാമത്തെ ടൈപ്പ് സീരീസിനെ പറ്റിയാണ് നമ്മൾ എല്ലാ ടൈപ്പിൻ്റെയും പേരുകൾ പറഞ്ഞാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. പേരുകൾ പറഞ്ഞ് പഠിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആ സീരീസിനെ നമ്മൾ ആ രീതിയിൽ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യും. പക്ഷേ നിങ്ങൾ അതിന് ശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ സീരീസ് മനസ്സിലാക്കിയത്, അതിനനുസരിച്ച് വേണം നിങ്ങളുടെ നമ്മൾ സീരീസ് ഏതൊക്കെ തരത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ സീരീസിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യം നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ 5, 11, 19, 29 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചോദ്യചിഹ്നമാണുള്ളത്, അവിടെ നമ്പർ തന്നിട്ടില്ല. പിന്നെ ഉള്ളത് 55, 71, അടുത്തത് ചോദ്യചിഹ്നം. ഇങ്ങനെയുള്ളൊരു സീരീസ് നമുക്ക് തന്നിട്ടുണ്ട്.
ഈ സീരീസ് ആദ്യത്തെ 3 ടേം മാത്രം നമുക്ക് നോക്കാം. നമ്മൾ എങ്ങനെ സീരീസിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആദ്യത്തെ 3 ടേം നമ്മൾ നോക്കി. 5, 11, 19 അല്ലേ. 5ൻ്റെ ഇരട്ടി അല്ല, ഇരട്ടിയേക്കാൾ ഒന്ന് കൂടുതൽ അല്ലേ. അപ്പോൾ 11 അപ്പോൾ സ്വാഭാവികമായിട്ട് തൊട്ടടുത്തത് ഇരട്ടിയേക്കാൾ ഒന്ന് കൂടുന്നുണ്ട്. 11ൻ്റെ ഇരട്ടി 22 ആയിപ്പോൾ ഒന്ന് കൂടുമ്പോൾ 23. അപ്പോൾ എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ സീരീസ് അല്ല ആയിരിക്കാം അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ അപ്പോൾ അഡീഷൻ സീരീസ് ആവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് എഴുതി പോകണം. അപ്പോൾ 5 11 ആവണമെങ്കിൽ എത്ര കൂടണം, 6 കൂടണം. ഇനി 19 ആകണമെങ്കിൽ നമുക്കറിയാം അത് 8 കൂടിയാലേ പറ്റത്തുള്ളൂ. അടുത്ത 19 29 ആകണമെങ്കിൽ അടുത്ത 10 കൂടണം. കണ്ടോ ഡിഫറൻസ് നമുക്ക് കൃത്യമായി എഴുതാൻ കഴിഞ്ഞു. ഡിഫറൻസ് എഴുതുമ്പോഴേ അത് ഏത് രീതിയിൽ പോകുന്ന ഒരു പാറ്റേൺ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി. 29ൻ്റെ കൂടെ അടുത്ത് എത്ര കൂടണം, അടുത്ത കൂടേണ്ടത് എത്രയാണ്, 6, 8, 10. അപ്പോൾ 29ൻ്റെ കൂടെ 6 കൂടി 8 കൂടി 10 കൂടിയെങ്കിൽ അടുത്ത് എത്ര കൂടണം, 12 കൂടണം എന്ന് മനസ്സിലാവും. അപ്പോൾ 29ൻ്റെ കൂടെ 12 കൂട്ടാം. 29ൻ്റെ കൂടെ 12 കൂട്ടുമ്പോൾ 41 വരുന്നത്. ഇതാണ് നമ്മുടെ ആൻസർ. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യണം, ഇടയ്ക്കുള്ള ചോദ്യമാണ് എങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്കുള്ള നമ്പേഴ്സാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ ആൻസർ ക്ലാരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഉത്തരത്തിലേക്ക് പോകാവൂ. എന്തുകൊണ്ട്, ഇടയ്ക്കുള്ള നമ്പർ ആണെങ്കിൽ നമ്മൾ തെറ്റിക്കാൻ വേറെ എന്തെങ്കിലും ഒരു സാധനം അതിനകത്ത് കാണും. അപ്പോൾ എന്താണ്, 12 കഴിഞ്ഞു, അടുത്ത കൂടേണ്ടത് എത്രയാണ്, 14 അല്ലേ. ഇതിൻ്റെ കൂടെ അടുത്ത എത്ര കൂടണം, 14 കൂടുമ്പം 55 വരണം. അപ്പോൾ നോക്ക്, 41ൻ്റെ കൂടെ 14 കൂടി നമുക്ക് എത്ര വന്നു, 55 വന്നു. എന്നാ സെറ്റായി. 55 വീണ്ടും എത്ര കൂടണം, അടുത്ത 16 കൂടണം, 71. കേട്ടോ, 71 കൂടെ അടുത്ത് എത്ര കൂടണം, 18 കൂടണം. 71ൻ്റെ കൂടെ 18 കൂടുമ്പോൾ 71 + 18 കൂടുമ്പോൾ എത്ര കിട്ടും, 9, 89 എന്ന് കിട്ടും അല്ലേ. കണ്ടോ, അപ്പോൾ ആ സീരീസിലേക്കുള്ള നമ്മൾ അപ്രോച്ച് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ആദ്യത്തെ 3 ടേം നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് പിടികിട്ടും, അത് അഡീഷൻ ആണോ, സബ്ട്രാക്ഷൻ ആണോ, മൾട്ടിപ്ലിക്കേഷൻ ആണോ, അതോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സീരീസ് ആണോ എന്ന് അതൊരു 3-4 ടേമുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചോദ്യം കൂടെ നോക്കാം അല്ലേ. ഈ മോഡലിൽ നമുക്ക് ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. നമുക്ക് 84 ഉണ്ട്, 81 ഉണ്ട്, 76 ഉണ്ട്. ആദ്യത്തെ 3 ടേം നോക്കിയപ്പോൾ തന്നെ എന്തോ എന്താണ് മൈനസ് ആയി പോയിരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് കുറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പോൾ ശരി, നമുക്കൊരു കാര്യം ചെയ്യാം, എന്താ ജസ്റ്റ് ഒന്ന് കുറച്ച് നോക്കാം. 84 81 ആയി. 84 81 ആവണമെങ്കിൽ എത്ര കുറഞ്ഞു കാണും, 3 കുറഞ്ഞപ്പോഴാണ് 81 വന്നത്. അടുത്തത് 81 76 ആകണം. 81 76 ആയി എത്ര, 5 കുറഞ്ഞാലേ വരുള്ളൂ. 76 5 ആണ് 81 എന്ന് പറയുന്നത്. അപ്പോൾ 3 കുറഞ്ഞു, 5 കുറഞ്ഞു, സ്വാഭാവികമായി 76 69ലേക്ക് വന്നു. 76 69ലേക്ക് വരണമെങ്കിൽ 7 കുറയണം. അപ്പോൾ 3 കുറഞ്ഞു, 5 കുറഞ്ഞു, 7 കുറഞ്ഞു. സ്വാഭാവികമായി നമ്മൾ അടുത്ത് എത്ര കുറയ്ക്കും, 9 കുറയ്ക്കും അല്ലേ. 9 നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മൾ ആൻസർ കൺഫേം ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് പോകാം കേട്ടോ. 9 കുറയ്ക്കുക എത്ര, 69ൽ നിന്ന് 9 കുറച്ച് നമ്മൾ എത്രയെന്ന് എഴുതും, 60 എന്ന് പറയും. നമ്മൾ ജസ്റ്റ് 60 എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ വരാൻ സാധ്യതയുള്ളത് നമ്പർ ഏതാണ്, 69ൽ നിന്ന് 9 കുറച്ച് 60 ആണ് വരാൻ സാധ്യതയുള്ളത് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യും, 60ൽ നിന്ന് അടുത്ത 9 കുറച്ച് കഴിഞ്ഞാൽ അടുത്ത എത്ര കുറയണം, 11 കുറയേണ്ടത് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, 11 കുറച്ച് നോക്കും. 60ൽ നിന്ന് 11 കുറച്ച് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, നമുക്ക് വരാൻ പോകുന്നത് ഇവിടെ 9, ഇവിടെ എത്ര 4, 49. കറക്റ്റായിട്ട് എന്ത് ചെയ്തു, സെറ്റായി അല്ലേ. അപ്പോൾ നമുക്ക് 60 എത്ര, 11 കുറഞ്ഞു. വീണ്ടും തൊട്ടടുത്ത ടൈമിലേക്ക് പോകുമ്പോൾ എത്ര കുറയണം, 3, 5, 7, 9, 11. അടുത്തത് 13 കുറയണം അല്ലേ. 49ൽ നിന്ന് 13 കുറഞ്ഞപ്പോൾ 36. അടുത്ത 36ൽ നിന്ന് അടുത്ത കുറയേണ്ടത് എത്രയാണ്, 15 കുറയേണ്ടത്. 36ൽ നിന്ന് 15 കുറയുമ്പോൾ നമുക്ക് എത്ര കിട്ടണം, 21. അങ്ങനെ നമുക്ക് ഈ ടൈം 21 ഇവിടുത്തെ ടൈം ആ മിഡിൽ ടൈം എത്രയാണെന്നും 60 കിട്ടും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇതിനകത്ത് പറഞ്ഞ കാര്യം വേറെ ഒന്നുമില്ല. എന്താണ് ഇതിനകത്ത്, എന്താണ് മിഡിൽ നമ്പർ, ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്കിൽ, അതാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ഉത്തരത്തിലേക്ക് പോകാവൂ. അതാണ് പോയിന്റ് കേട്ടോ. എന്നാൽ നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത അഡീഷൻ സബ്ട്രാക്ഷൻ ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് ഒന്നുകിൽ എന്താണ് സീരീസിൽ, ഒന്നുകിൽ എന്താണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് പൂർണ്ണവർഗ്ഗങ്ങളോ, അല്ലെങ്കിൽ എന്താണ്
എന്താണ് പൂർണ്ണവർഗ്ഗങ്ങൾ എന്താണ് മൈനസ് ചെയ്തു പോകാൻ പറ്റുന്ന സീരീസുകളുണ്ട്. അപ്പം നമുക്കിവിടെ നോക്കാം 12, 21, 37 ആദ്യത്തെ 3 നമ്പേഴ്സ് നോക്കുമ്പോൾ എന്താണ് ഇരട്ടിയൊന്നുമല്ല എടുത്തിരിക്കുന്നത്, എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നുമല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി നമ്മൾ എന്തിലേക്ക് പോകും? നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, നമ്മൾ എന്ത് ചെയ്യുക, ഈ പേരൊക്കെ അവിടെ കിടക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ജോലി ചെയ്യുക, എന്താ ഡിഫറൻസ് എഴുതുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഡിഫറൻസ് 12 എന്ന് പറയുന്നത് 21 12 21 ആയെങ്കിൽ എത്ര കൂടണം? എടാ 9 കൂടിയാൽ 21 ആവും അല്ലേ. അടുത്ത 21 37 ആയെന്ന് പറഞ്ഞാൽ 16 കൂടിയേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ 37 62 ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 16 37 62 ആവണമെങ്കിൽ എത്ര കൂടണം? 25 കൂടണം. അടുത്തത് 62 98 ആവണമെങ്കിൽ അത് 36 കൂടണം. അടുത്തത് എന്താണ് 98 147 ആകണമെങ്കിൽ 49 ആണ് കൂടേണ്ടത്. അടുത്തത് എത്ര കൂടണം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമുക്ക് മനസ്സിലാവും കാര്യം എന്തുകൊണ്ടാണ് 9 16 25 36 49 ഇതെല്ലാം എന്താണ് പൂർണ്ണവർഗ്ഗങ്ങളാണ്, അതായത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. എത്രയാണ്? ഇത് 3ന്റെ സ്ക്വയറാണ്, ഇത് 4ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ, 6ന്റെ സ്ക്വയർ, 7ന്റെ സ്ക്വയർ. സ്വാഭാവികമായി അടുത്ത കൂടേണ്ടത് എന്താണ്? 8ന്റെ സ്ക്വയറാണ് കൂടേണ്ടത്. 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 64 ആയിരിക്കും അല്ലേ. അപ്പോൾ എത്ര ചെയ്യണം? 147ന്റെ കൂടെ 64 കൂട്ടണം അല്ലേ. അത്രയല്ലേ ഉള്ളൂ. അപ്പം 7 4 11 6 4 11 211 211 എന്ന് നമുക്ക് ആൻസർ കിട്ടും. വേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് എത്ര കിട്ടി? 211 കിട്ടി. ഇനി ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ളത്, ഒരു CSEB എക്സാം നമ്മൾ പഠിക്കുന്നത് ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ CSEB എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് നല്ല രീതിയിൽ മത്സരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം? 1 മുതൽ 25 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറും 1 to 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ 1 മുതൽ 25 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറും പഠിച്ചിരിക്കണം, 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബും നമ്മൾ പഠിച്ചിരിക്കണം. അത് മാത്രമല്ല ഒരു കാര്യം കൂടി, ആ ക്യൂബിനും സ്ക്വയറിനും അപ്പുറത്തും ഇപ്പുറത്തുള്ള നമ്പേഴ്സ് കൂടി നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി നമുക്കൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. ക്യൂബിനോടൊന്ന് കുറച്ചാലോ, ക്യൂബിനോടൊന്ന് കൂട്ടിയാലോ, അല്ലെങ്കിൽ സ്ക്വയറിനോടൊന്ന് കൂട്ടിയാലോ, സ്ക്വയറിനോടൊന്ന് കുറച്ചാലോ, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. എൻ്റെ എന്തുണ്ട്? 92 91 87. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഡിഫറൻസ് എഴുതുക എന്നുള്ളതാണ് നമ്മളെ പ്രധാനപ്പെട്ട ജോലി. നമ്മൾ എന്ത് ചെയ്യും? 92 91 ആകുമ്പോൾ 1 കുറഞ്ഞു എന്നുള്ളത് മനസ്സിലായി. 91 87 ആയി എന്ന് പറയുമ്പോൾ 4 കുറഞ്ഞു എന്നുള്ളത് മനസ്സിലായി. 4 കുറഞ്ഞു, 1 കുറഞ്ഞു. അടുത്തത് എത്രയാണ്? 87 78 ആവുക എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര? 9 കുറഞ്ഞു എന്നുള്ളത് മനസ്സിലായി. 78 62 ആകുമ്പോൾ എന്ത് ചെയ്യും? 16 കുറഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലായി. ഇപ്പോൾ ഇതെന്തുവാ? 1ന്റെ സ്ക്വയർ, അത് കഴിഞ്ഞ് 2ന്റെ സ്ക്വയർ കുറഞ്ഞ്, അടുത്ത 3ന്റെ സ്ക്വയർ കുറഞ്ഞു, അടുത്ത എത്ര? 4ന്റെ സ്ക്വയർ കുറഞ്ഞു. സ്വാഭാവികമായിട്ട് അടുത്ത് എന്ത് ചെയ്യണം? 5ന്റെ സ്ക്വയർ ആയ 25 കുറയണം അല്ലേ. 62 നിന്ന് എത്ര കുറയ്ക്കേണ്ടി വരും? 25 കുറയ്ക്കേണ്ടി വരും. 62 നിന്ന് 25 കുറയ്ക്കാന്ന് പറയുമ്പോൾ എന്താണ്? 12 5 പോകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 7 എന്ന് കിട്ടും. ഇവിടെ 5 ഉള്ളൂ. ഇവിടെ 5 2 പോകുമ്പോഴത്തേക്ക് എത്ര? 3. ആൻസർ എന്ത് വരണം? 37 വരണം അല്ലേ. 7 5 12 4 3 2 5 6. ആൻസർ എത്ര? 37 വരും അല്ലേ. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. എന്നാൽ അടുത്തൊരു ചോദ്യം നോക്കി. അഡീഷൻ സബ്ട്രാക്ഷൻ ഓഫ് പെർഫെക്റ്റ് ക്യൂബ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ക്വയറും ക്യൂബും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി നമ്മൾ ഓർത്ത് പഠിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു കണ്ടില്ലേ, സ്ക്വയറും ക്യൂബും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി നമ്മൾ ഓർത്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതൊന്നും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ചോദ്യം ഞാൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അഡീഷൻ സബ്ട്രാക്ഷൻ ഓഫ് പെർഫെക്റ്റ് ക്യൂബ് തരത്തിലുള്ള സീരീസുകളും നമുക്ക് ചോദിക്കാം. ഇപ്പോൾ എൻ്റെ ഒരു സീരീസ് ഇവിടെ ഇരിപ്പുണ്ട്. 227 226 ആയി. എടാ 227 226, അത് കഴിഞ്ഞ് 218, 3 ടൈം നോക്കുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെയോ സംഖ്യ അതിനകത്ത് കുറച്ച് പോയിരിക്കുന്നതാണെന്ന് മനസ്സിലാവും. ആദ്യത്തെ 3 ടൈം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. 3 ടൈം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. 227 226 ആകുക എന്ന് പറഞ്ഞാൽ എത്ര കുറഞ്ഞു കാണും? 1 കുറഞ്ഞു കാണും അല്ലേ. 226 218 ആകുക എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി എത്ര കുറഞ്ഞു കാണും. അത് 8 ആയിരിക്കും കുറഞ്ഞിട്ടുള്ളത് അല്ലേ. അടുത്ത എത്ര കുറഞ്ഞു? 218 191 അല്ലേ. 9 18 27 ആണ് കുറഞ്ഞിരിക്കുന്നത് അല്ലേ. അടുത്ത 191 എന്ന് പറയുന്നത് 127 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും കുറഞ്ഞിട്ടുള്ളത്? നോക്കാം നമുക്ക് എത്രയായിരിക്കും? 64 64 ആയിരിക്കും കുറഞ്ഞിട്ടുള്ളത് അല്ലേ. 64 ആയിരിക്കും. നമുക്ക് 127 6 4 ഓക്കെ 127 64 ആണ് കുറഞ്ഞത് അല്ലേ. അപ്പോൾ ഇതെന്താ സംഭവം?
ക്യൂബുകളാണ്. ഈ 8, 1, 8, 27, 64 എന്ന് തുടങ്ങുന്നതെല്ലാം എന്താണ്? ക്യൂബുകളാണ്. 1ൻ്റെ ക്യൂബ് 1 ആണ്. 2ൻ്റെ ക്യൂബ് 2 ഇൻറ്റു 2 എത്രയാണ്? 8 ആണ്. അത് കഴിഞ്ഞ് 3ൻ്റെ ക്യൂബ് 27 ആണ്. 4ൻ്റെ ക്യൂബ് എത്രയാണ്? 64 ആണ്. അടുത്ത 5ൻ്റെ ക്യൂബ് എത്ര? 125. 6ൻ്റെ ക്യൂബ് എത്ര? 216 അല്ലേ? 7ൻ്റെ ക്യൂബ് എത്ര? 343. അപ്പം എന്ത് ചെയ്യണം? ഈ ക്യൂബുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായി മനസ്സിലാക്കി പഠിക്കണം. 10 വരെയുള്ള ക്യൂബെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് അപ്പോൾ എന്താണ്? ഇവിടെ 4ൻ്റെ ക്യൂബ് ഒരു 64 വരെ കുറച്ചു. അപ്പോൾ അടുത്ത് എത്ര കുറയ്ക്കണം? അടുത്ത കുറയേണ്ടത് 125 ആണ്. അതായത് എത്ര? 5ൻ്റെ ക്യൂബാണ് മൈനസ് ആവേണ്ടത്. അപ്പോൾ 127ൽ നിന്ന് എന്താണ്? 127ൽ നിന്ന് 125 കുറയ്ക്കുമ്പോൾ നമുക്ക് ഉത്തരം എന്താണ്? 2 എന്നാണ് ഈ സീരീസിൻ്റെ അടുത്ത ടേമായിട്ട് വരുന്നത്. കണ്ടോ? അപ്പോൾ നോക്ക്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സും അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ പെർഫെക്റ്റ് ക്യൂബുകളും അറിഞ്ഞിരിക്കണം. സ്ക്വയേഴ്സ് ഒരു 25 വരെയെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ക്യൂബ് എത്ര? ഒരു 10 വരെയെങ്കിലും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. 189, 532, 316, പിന്നെ ഒരു ചോദ്യചിഹ്നം 377. ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ നോക്ക്, നിങ്ങൾ നോക്കിയേ. ആദ്യം ഒരു നമ്പർ കൂടി, പിന്നെ ഒരു നമ്പർ കുറഞ്ഞു. പിന്നെ സ്വാഭാവികമായി അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അടുത്തത് കൂടണം, അടുത്തത് കുറയണം അല്ലേ? അങ്ങനെയാണ് പോകുന്നത്. നമുക്ക് നോക്കാം, ഡിഫറൻസ് ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. 532 അതുപോലെ തന്നെ 189 തമ്മിൽ നമ്മൾ ഡിഫറൻസ് എടുക്കാൻ പോവുകയാണ്. എത്ര കിട്ടും നോക്കാം. 532 മൈനസ് 189 അല്ലേ? ഇതെത്ര? 12 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2 ഉള്ളൂ, ഇവിടെ 5 നോക്കേണ്ട ആവശ്യമില്ല. എന്താണ്? 12ൽ നിന്ന് 9 പോകുമ്പോഴത്തേക്ക് 3, ഇവിടെ ഉള്ളത് 2, 2ൽ നിന്ന് 8 പോകാൻ പറ്റില്ല. അപ്പോൾ എത്രയാണ്? 12. 12ൽ നിന്ന് 8 പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12ൽ നിന്ന് 8 പോകുമ്പോൾ 4, ഇവിടെ എത്രയാണ്? 4 343 എന്ന് വന്നു. ഈ 343 മൈനസ് ആകുകയാണ്, കൂടുകയാണ് ചെയ്തത്. 343 കൂടി. 343 കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 343 എന്ന് പറയുന്നത് 7ൻ്റെ ക്യൂബ് ഇവിടെ കൂടുകയാണ് ചെയ്തത് അല്ലേ? ഇനി 532ൽ നിന്ന് എന്തായി? 316 ആണ് ചെയ്തത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്യാം, ഒന്ന് ഡിഫറൻസ് എടുത്ത് നോക്കാം അല്ലേ? 532 മൈനസ് 316 എന്താണ്? കുറേയാണ് ചെയ്തത്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഡിഫറൻസ് ഒന്ന് എടുത്ത് നോക്കാം. ഡിഫറൻസ് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ എന്താണ്? 12 ആകുമ്പോഴത്തേക്ക് ഇവിടെ 6 ആണ്, ഇവിടെ 2 ഉള്ളൂ, 1 ആണ്. ഇവിടെ നമുക്ക് എത്ര? 216 കിട്ടി. അപ്പോൾ എന്താണ്? 216 കുറഞ്ഞു. ആദ്യം 343 കൂടി, അത് കഴിഞ്ഞ് 246 കുറഞ്ഞു. എന്താ 246 എന്ന് പറഞ്ഞാൽ? അത് 6ൻ്റെ ക്യൂബ് കുറഞ്ഞു അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കണം. ആദ്യം 7ൻ്റെ ക്യൂബ് കൂടി, അത് കഴിഞ്ഞ് 6ൻ്റെ ക്യൂബ് കുറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത് എന്ത് ചെയ്യണം? 5ൻ്റെ ക്യൂബ് കൂടേണ്ടി വരും അല്ലേ? നമുക്ക് നോക്കാം. 316ൻ്റെ കൂടെ 5ൻ്റെ ക്യൂബായിട്ടുള്ള എത്ര? 125 ഒന്ന് കൂട്ടി നോക്കാം. എത്ര കിട്ടും? 6 5 11, 4 എത്ര? 4 441. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 441 വന്നു. അതായത് എന്താണ്? 441. അപ്പോൾ ഇവിടെ വരേണ്ടത് എന്തുവാ? 441 എത്ര? 125 കൂടണം അല്ലേ? 5ൻ്റെ ക്യൂബ് കൂടണം. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം? ആൻസർ ഒരു കാരണവശാലും നമ്മൾ കൺഫേം ചെയ്യരുത്. കൺഫേം ചെയ്യുന്നതിന് മുമ്പ് അടുത്തതും കൂടെ നമ്മൾ നോക്കണം. എന്താണ്? അടുത്തത് 4ൻ്റെ ക്യൂബ് കുറയുകയാണ് വേണ്ടത്. ഏതിൽ നിന്ന്? 441ൽ നിന്ന് 4ൻ്റെ ക്യൂബായ 64 ഒന്ന് കുറച്ച് നോക്കാം. 64 കുറച്ച് നോക്കാം. ഇവിടെ എത്രയാണ്? 11 ഉണ്ട്. 11 ആകുമ്പോൾ 7 ആണ്. ഇവിടെ വന്നിട്ട് 3, 13, 13 ആകുമ്പം 7 ആണ്. ഇവിടെ 3, 377 എന്ത് ചെയ്തു? നമുക്ക് എന്തായാലും സെറ്റായി അല്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നല്ലൊരു സീരീസാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യം സംഭവിച്ചു 189 532 അതായത് 343 കുറഞ്ഞു. അതായത് 7ൻ്റെ ക്യൂബ് എന്താണ്? കുറയുകയല്ല ചെയ്തത്, അവിടെ കൂടുകയാണ് ചെയ്തത് അല്ലേ? 343 കൂടി, 7ൻ്റെ ക്യൂബ് കൂടി. അതിനുശേഷം 6ൻ്റെ ക്യൂബ് എന്ത് ചെയ്തു? മൈനസായി. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്തു? 5ൻ്റെ ക്യൂബ് കൂടി എന്ത് ചെയ്തു? അപ്പോൾ 441 441 നിന്ന് എത്ര? 4ൻ്റെ ക്യൂബ് മൈനസ് ചെയ്തു 377. അപ്പോൾ നമ്മൾ ആൻസർ എത്രയെന്ന് കിട്ടി? നമുക്ക് 441 കിട്ടി അല്ലേ? കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? അപ്രോച്ച് ചെയ്യാൻ പറ്റി. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കിയേ. അഡീഷൻ സബ്ട്രാക്ഷൻ ഓഫ് പ്രൈം നമ്പേഴ്സ്.
അഡീഷനും ഉണ്ട്, സബ്ട്രാക്ഷൻ ഓഫ് പ്രൈം നമ്പേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രൈം നമ്പേഴ്സ് ഒരു CSEB പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നു എങ്ങനെയാണ്, നമുക്ക് 1 മുതൽ 1 to 100 വരെ നമുക്ക് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട് അല്ലേ, 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ 1 to 25 വരെ, 1 മുതൽ 100 വരെ 25 പ്രൈം നമ്പേഴ്സ് ആണെങ്കിൽ 1 to 25, 26 to 50, 51 to 75, 76 to 100 വരെയുമുള്ള പ്രൈം നമ്പേഴ്സ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ്, ഇങ്ങനൊരു കോഡ് പഠിച്ചാൽ മതി, 9664. 9664 എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം എത്ര 9 ഉണ്ട്, പിന്നെ 6 ഉണ്ട്, പിന്നെ 6 ഉണ്ട്, പിന്നെ 4 ഉണ്ട് കേട്ടോ. അത് കൃത്യമായി മനസ്സിലാക്കണം. മൊത്തം 25, 1 മുതൽ 100 വരെ നമ്മൾ എണ്ണി നോക്കുമ്പോൾ മൊത്തം 25 പ്രൈം നമ്പേഴ്സ് ആണ് നമുക്കുള്ളത് കേട്ടോ. ശരി, അപ്പോൾ എന്ത് ചെയ്യും, ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, എന്താണ് 25നും 50നും ഇടയിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്, 10നും 20നും ഇടയിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് ഈ കോഡ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഓർമ്മയുണ്ടായിരിക്കും. നമ്പർ സിസ്റ്റം പറഞ്ഞപ്പോൾ നമ്മൾ പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ചെയ്ത് നമ്മൾ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പറയാൻ പോകുന്ന അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് പ്രൈം നമ്പേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സീരീസ് ഉണ്ട്, 21, 33, 26, 31, 38, പിന്നെ ഒരു ചോദ്യചിഹ്നം 62. അങ്ങനെയാണ് സീരീസ് പോയിരിക്കുന്നത്. അപ്പോൾ 21, 23, 26 കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഒന്നുമില്ലടാ, നമുക്ക് എന്താണ് ആദ്യത്തെ 3 ടേമുകൾ കണ്ടപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്പർ കൂടി പോയിരിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യൂടാ, നമ്മൾ ഡിഫറൻസ് എടുക്കും അല്ലേ. ഡിഫറൻസ് എത്രയാണ്, 2 കൂടി, അത് കഴിഞ്ഞ് എത്ര കൂടി കാണും, 3 കൂടി, അടുത്തത് എത്ര കൂടി കാണും. അപ്പോൾ നോക്കണം, ഇടയ്ക്കുള്ള നമ്പേഴ്സാണ്, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ടല്ലേ. എത്ര, അത് കഴിഞ്ഞ് 5 കൂടി, അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ 7 കൂടി, ഉടനെ നമ്മൾ വലിയ കാര്യത്തിൽ 9 കൂടി എന്ന് പറഞ്ഞ് ഉത്തരം എഴുതി വയ്ക്കും. അപ്പം 38നോട് 9 കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് 47 കിട്ടും. ഓപ്ഷനിൽ കാണുകയും ചെയ്യും, നമ്മൾ എഴുതി വയ്ക്കും, ഉത്തരം തെറ്റായിരിക്കും. എന്താണ് പ്രശ്നം നോക്ക്, 2, 3, 5, 7, ഈ 2, അത് കഴിഞ്ഞ് 3, അത് കഴിഞ്ഞ് 5, അത് കഴിഞ്ഞ് 7 കൃത്യമായി അഭാജ്യസംഖ്യകൾ പ്രൈം നമ്പേഴ്സാണ് കൂടി പോയിരിക്കുന്നത്. അപ്പം 38ൻ്റെ കൂടെ അടുത്ത കൂടേണ്ടത് 9 അല്ല, 10 അല്ല, പ്രൈം നമ്പറായ 11 കൂടേണ്ടത്. അപ്പോൾ 38ൻ്റെ കൂടെ 11 കൂടുന്നു. 11 കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 49. ഇനി ഒരു കാര്യം ചെയ്യണം, ആൻസർ കൺഫേം ചെയ്യണം. എങ്ങനെ കൺഫേം ചെയ്യണം? തൊട്ടടുത്ത പ്രൈം നമ്പർ 13 കൂടി എന്ത് ചെയ്യണം, ഒന്ന് കൂട്ടി നോക്കണം. 49ൻ്റെ കൂടെ 13 കൂട്ടുമ്പോൾ നമുക്ക് 62 വന്നു. സംഭവം സെറ്റ്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണ്, ഇത് പ്രൈം നമ്പേഴ്സ് കൂടി പോയിരിക്കുന്ന സീരീസാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ സീരീസ് കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് പറയാം. എന്താണ്, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്തെങ്കിലും ഒരു നമ്പർ കൂടി പോകുന്ന സീരീസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ കൂടി പോവുകയോ അല്ലെങ്കിൽ കുറഞ്ഞു പോവുകയോ ചെയ്യുന്ന സീരീസുകളെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ സീരീസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നോക്ക്, എൻ്റെ കയ്യിലൊരു എക്സാമ്പിൾ ഉണ്ട്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടു 5, 15, 45, 135. ആദ്യത്തെ 3 ടേം നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് പിടിയിട്ടും, ഇവൻ 5 15 എന്ന് പറയുമ്പോൾ 5നെ 3 കൊണ്ട് ഗുണിച്ച് കാണും, 15 കാണും അല്ലേ. 15നെ വീണ്ടും 3 കൊണ്ട് ഗുണിച്ചപ്പോൾ 45. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോഴേ നമുക്ക് എന്ത് കിട്ടി, ആ കൺസെപ്റ്റ് പിടികിട്ടി. 3 ടൈം നോക്കുമ്പോൾ തന്നെ പിടികിട്ടു അല്ലേ. അപ്പോൾ നോക്കാം, എന്താണ്, 3 കൊണ്ട് ഗുണിച്ചു, വീണ്ടും 3 കൊണ്ട് ഗുണിച്ചു, വീണ്ടും 3 കൊണ്ട് ഗുണിച്ചു, വീണ്ടും നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കും, 3 കൊണ്ട് ഗുണിക്കും. 135നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 300, 90, 3, 15 അല്ലേ. ഇത്രയായിട്ടും നമുക്ക് നോക്കാം. 5, 10, ശിഷ്ടം 4, 405 വരുന്നതെന്ന് തോന്നുന്നു. 300, 3, 90, 5, 15, എത്രയാണ്, 405 വന്നല്ലേ. 405. ഈ എന്ത് ചെയ്യണം, ഈ 405നെ എന്ത് ചെയ്യണം, ഒന്ന് കൺഫേം ചെയ്യാൻ എന്ത് ചെയ്യണം, 3 കൊണ്ട് ഇൻറ്റു നോക്കാം. 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് 1200, 15, 1215 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റി അല്ലേ. 1215. ഓക്കെ അല്ലേ നിങ്ങൾ?
സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൾട്ടിപ്ലിക്കേഷൻ സീരീസ് എന്താണെന്ന് നമുക്ക് പിടികിട്ടി. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഒരു എക്സാമ്പിൾ കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ 7500 നോക്ക്, അത് 1500 300 അടുത്തത് എത്ര എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ നമുക്ക് 7500 രണ്ട് 0 ഒഴിവാക്കാം അല്ലേ? തൽക്കാലം എന്ത് ചെയ്യാം? 75 15 75 15 ആവണമെങ്കിൽ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 75 15 ആവണമെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പോഴേ മനസ്സിലായി കാണും, ഇതിനെ 3 കൊണ്ട് ഭാഗിച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് 75 15 3 അല്ല, 5 കൊണ്ട് ഭാഗിച്ചാലേ പറ്റത്തുള്ളൂ. 75 ഭാഗം 5 ആണെന്ത്? 15. 5 കൊണ്ട് ഭാഗിച്ചു. അപ്പോൾ വീണ്ടും എത്ര കൊണ്ട് ഭാഗിക്കണം? 15000 അല്ലെങ്കിൽ 1500 എത്ര? 5 കൊണ്ട് ഭാഗിക്കുമ്പോൾ 300. അപ്പോൾ 300 അടുത്ത് എത്ര കൊണ്ട് ഭാഗിക്കണം? 5 കൊണ്ട് ഭാഗിച്ച് 60 വരും. 60 വീണ്ടും എത്ര കൊണ്ട് ഭാഗിക്കണം? 5 കൊണ്ട് ഭാഗിച്ച് എത്ര വന്നു? 12 വന്നു. സോ ദ ആൻസർ ഈസ് എത്രയായിരിക്കും? 60 ആയിരിക്കും അല്ലേ? നമുക്ക് അടുത്തൊരു സീരീസ് കൂടി നോക്കിയാലോ. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ. മൾട്ടിപ്ലിക്കേഷനും വരും, അഡീഷനും വരും. അങ്ങനത്തെ ഒരു സീരീസിനെ പറ്റി നമുക്ക് നോക്കാം. എടാ, മൾട്ടിപ്ലിക്കേഷനും അഡീഷനും കൂടെ വരുന്ന സീരീസ്, അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സീരീസാണ് മൾട്ടിപ്ലിക്കേഷനും അഡീഷനും കൂടെ വരുന്ന സീരീസ്. 6 13 ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കി 6 13 6ൻ്റെ ഇരട്ടി 6 × 2 ചെയ്യുമ്പോൾ നമുക്ക് 12 ആണ് വരുന്നത്. 12ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 13. കണ്ട മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് അടുത്ത കൂടെ നോക്കണം. എന്നിട്ടാണ് ആദ്യത്തെ 3 ടൈം നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഇനി 13ാമത്തെ ഈ 13 27 13 27 എന്ന് പറഞ്ഞാൽ എന്താണ്? 13നെ 2 കൊണ്ട് ഗുണിച്ചു. 13നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 26 വരുന്നു. 26ൽ നിന്ന് 1 കൂട്ടുമ്പോൾ 27. കണ്ടോ? വീണ്ടും അടുത്ത നോക്കിയേ, 27 × 2 എത്ര? 54 ആണ്. അതിൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 55. വീണ്ടും അടുത്ത എന്തുമായിരിക്കും? 55നെ 2 കൊണ്ട് ഗുണിച്ച് 110. 110ൽ നിന്ന് 1 കൂട്ടി 111 എന്ന ആൻസർ വന്നു. നമ്മളത് കൺഫേം ചെയ്യണം. എങ്ങനെ കൺഫേം ചെയ്യും? 111നെ 2 കൊണ്ട് ഗുണിച്ചാൽ 222. അതിൻ്റെ കൂട്ടത്തിൽ ആരെ കൂട്ടണം? 1നെ കൂട്ടി 223 എന്ന് പറയണം. കണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ആൻസർ സെറ്റായി. എത്ര തന്നെയാണ്? 111 തന്നെയാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും നമുക്ക് സീരീസുകളുണ്ട്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സബ്ട്രാക്ഷൻ വരുന്ന സീരീസുകളാണ്. 16 31 എന്ന് പറയുന്നു. 31 76 എന്ന് പറയുന്നു. അടുത്തത് ചോദ്യചിഹ്നം 616. അങ്ങനെ എന്ത് ചെയ്യുന്നു? പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയാം. ശരി, ഒരു കാര്യം ചെയ്യാം. നമ്മൾ ആദ്യം ഇത് നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഡിഫറൻസ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു മെത്തേഡ് ഞാൻ പറയാം. 16 31 ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 16നെ നോക്കാം. 16 31 31 76. അപ്പോൾ ഒരു കോമൺ എന്തെങ്കിലും ഒരു റിലേഷൻ കാണും. ഇത് ഇത്തിരി കൊള്ളാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 16നെ 3 കൊണ്ട് ഗുണിക്കും. കിട്ടുന്ന ഉത്തരം എത്രയാണോ അതിൽ നിന്ന് 17 കുറച്ചാൽ 31 വരും. ചിലപ്പോൾ നമ്മളൊരു 2 തവണ ഡിഫറൻസ് എടുക്കുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. നമ്മൾ ഡിഫറൻസ് എടുത്താലും എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനൊരു സീരീസിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഇത് ഇങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. 31 കിട്ടും. നമുക്ക് നോക്കാം. 16 × 3 30. 6 3 18 48 ആണ്. 48ൽ നിന്ന് 17 കുറച്ചപ്പോൾ എത്ര? 31. വീണ്ടും ഈ 31നെ 3 കൊണ്ട് ഗുണിക്കാം. എന്നിട്ട് ഒരു 17 കുറച്ച് നോക്കാം. നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയണമല്ലോ. 31 ആകുമ്പോൾ എത്രയും? 93 ആണ്. 93ൽ നിന്ന് 17 കുറയ്ക്കാം. 93ൽ നിന്ന് 17 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 76 ആണ് വരുന്നത്. നമുക്ക് തന്നെ നോക്കാം. 93 - 17. 13ൽ നിന്നാകുമ്പോഴത്തേക്ക് 7 ആകുമ്പോൾ 6 ആണ്. ഇവിടെ 8 ആണ്. 8ൽ നിന്ന് പോയി 76. കറക്റ്റാണ്, 76. അങ്ങനെയാണെങ്കിൽ അടുത്ത ടൈം എങ്ങനെ വരണം? 76നെ 3 കൊണ്ട് ഗുണിക്കണം. കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് 17 കുറയ്ക്കണം. അപ്പോൾ 76നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 7 3 21 210 6 3 18 210 18 എത്ര? 8 228. 228ൽ നിന്ന് എത്ര കുറയ്ക്കണം? 17 കുറയ്ക്കണം. 17 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? ഇവിടെ 1 വരും, ഇവിടെ 1 വരും. 211. ഉത്തരം നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? 211നെ നമുക്ക് 3 കൊണ്ട് ഗുണിക്കാം. 211നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 3 6. അതിൽ നിന്ന് എത്ര കുറയ്ക്കാം? 17 കുറയ്ക്കാം. 17 കുറയ്ക്കുമ്പോൾ 616 തന്നെ വരും. എന്ത് ചെയ്തു? ആൻസർ കൺഫേം ചെയ്തു. നമുക്ക് എത്രയെന്ന് പറയാം? ഇവിടെ വരുന്നത് 211 ആണ്. 211 ആണ്. 221 അല്ല, 211. 211 ആണ് ആൻസർ. 211 മറന്നുകൊണ്ടാണ് കേട്ടോ. 211. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയുമുള്ള സീരീസുകളുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം? ഓർക്കുക. അല്ലെങ്കിൽ ഒരു 2 തവണ ഡിഫറൻസ് ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുള്ളൊരു സീരീസ് ആണെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഈ മെത്തേഡിൽ തന്നെ നമുക്ക് പഠിക്കാം. ഓക്കെ, അടുത്തൊരു സീരീസിലാണ് ഡിവിഷൻ ആൻഡ് അഡീഷൻ.
ഡിവിഷനും സംഭവിക്കാം, അതിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടെ സംഭവിക്കാം, അഡീഷനും കൂടെ സംഭവിക്കാം. ഇപ്പോൾ 1244 എന്ത് ചെയ്തു, 624 അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കണ്ടപ്പോൾ ഒരു പകുതി പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് തന്നെ നോക്കാം, പകുതിയായിട്ടാണോ പോകുന്നത് നമുക്ക് നോക്കാം. 1244 പകുതി എടുത്ത് നോക്കാം. അത് 6, 2, 622 തന്നെ. അപ്പോൾ ഇതിനെ എന്ത് ചെയ്തു, 1244 2 കൊണ്ട് ഭാഗിച്ചു, കിട്ടിയ ഉത്തരത്തിൻ്റെ കൂടെ 2 കൂട്ടാം. എത്ര കിട്ടും, 2 കൂട്ടിയപ്പോൾ എത്ര കിട്ടി, 624. സംഭവം സെറ്റായി. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, 2 കൊണ്ട് ഭാഗിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം, 2 കൂട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് 624 കൂടെ നോക്കാം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ, സെറ്റ് ആവത്തുള്ളൂ അല്ലേ. 624 പകുതി ഒന്ന് എടുത്ത് നോക്കുക. 624 പകുതി 3, 1, 2, 312. 312 2 കൂട്ടി നോക്ക്, 314 വന്നു. കണ്ട, സെറ്റായി 314. ഓക്കെ. അപ്പോൾ ആദ്യം 2 കൊണ്ട് ഭാഗിച്ചു, പിന്നെ എന്ത് ചെയ്തു, ഉത്തരത്തിനോട് 2 കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ നോക്ക്, 314 ഇവിടെ എഴുതി. 314 എന്ത് ചെയ്യണം, അതിൻ്റെ പകുതി എടുക്കണം. 314 പകുതി എന്ന് പറയുന്നത് 157. 157 2 കൂട്ടി നോക്കാം, 159 വന്നു. യെസ്, ഉത്തരം 159 തന്നെയാണ്. ആൻസർ ഒന്ന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്ക്, ആൻസർ ഒന്ന് കൺഫേം ചെയ്ത് നോക്ക്, 159 തന്നെയെന്ന്. ആൻസർ 159 അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. ഓക്കെ, അത് ശരി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ചോദ്യം നോക്കാം. സബ്ട്രാക്ഷൻ ആൻഡ് ഡിവിഷൻ. സബ്ട്രാക്ഷനും സംഭവിക്കും, ചിലപ്പോൾ എന്താണ്, ഡിവിഷനും സംഭവിക്കും. നോക്കാം. 620 308 152 74 അല്ലേ. നോക്കാം, 620 308 എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു, പകുതിയോളം പോയിരിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് 620 പകുതി ഒന്ന് എടുത്ത് നോക്കാം, എത്രയായിരിക്കും, 310. പകരം എത്രയാണ്, 8 അവിടെ കിടക്കുന്നത്. അപ്പോൾ എന്താ, 2 കുറഞ്ഞിട്ടുണ്ട്, അങ്ങനെ 308 വന്നു. ഇനി 308 പകുതി എടുത്ത് നോക്കാം. 308 പകുതി എന്ന് പറയുന്നത് 150 150 4 154 154 2 കുറയ്ക്കുമ്പോൾ എന്ത് വന്നു, 152. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കിയേ, 152 പകുതി എടുക്കും. 152 പകുതി എന്ന് പറയുന്നത് എത്രയായിരിക്കും, 76. 76 2 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി, 74. അടുത്ത അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 74 പകുതി എടുക്കാം. 74 പകുതി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 37 അല്ലേ. 37 അല്ലേ 74, എന്താ 60 7 74 ശരി തന്നെയാണ്. 37 എത്ര ചെയ്യണം, 2 കുറയ്ക്കണം. 2 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 35. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും വരേണ്ടത്, 35 ആയിരിക്കും വരേണ്ടത്. അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യണം. നമുക്ക് ഇങ്ങനെയെല്ലാമുള്ള സീരീസ്, നമ്മൾ എത്രത്തോളമുള്ള സീരീസുകൾ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സീരീസുകളെല്ലാം നമ്മൾ പഠിച്ചതിന് ശേഷം കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏകദേശം നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊന്ന് സെറ്റാവും. അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരാണ് പെർഫെക്റ്റ് ക്യൂബ് സീരീസുകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം അല്ലേ. 1ന്റെ ക്യൂബ്, 2ന്റെ ക്യൂബ്, 3ന്റെ ക്യൂബ്, 4ന്റെ ക്യൂബ്, 5ന്റെ ക്യൂബ്, സ്വാഭാവികമായിട്ട് അടുത്ത് എന്തായിരിക്കണം, 6ന്റെ ക്യൂബ് ആയിരിക്കണം. എന്ത്, 125 ആൻസർ വരേണ്ടത് അല്ലേ. ഈസി ആയിട്ട് നമ്മൾ ക്യൂബുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അടുത്ത മോർ ദാൻ ഓൺ സീരീസ്, ഓൺ ടയർ സീരീസിനെ പറ്റിയാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 31 37 46 60 81 ഇതാണ് സംഭവം. നോക്കാം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. 31 37 46 60. അപ്പോൾ നമുക്ക് സീരീസ് ആദ്യത്തെ 3 ടൈം നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് അഡീഷൻ സീരീസ് ആവാൻ സാധ്യതയുണ്ട് അല്ലേ. സമാധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻസ് അങ്ങോട്ട് എഴുതി നോക്കുക. ഡിഫറൻസ് ഇവിടെ 6 കൂടി, എത്ര കൂടി കാണും, 37 46 ആവണമെങ്കിൽ 9 കൂടണം അല്ലേ. ശരിയാണ്, 9 അല്ലേ കൂടാനുള്ളത്, 9 ആണ് കൂടാനുള്ളത്. 46 60 ആകണമെങ്കിൽ അത് 14 കൂടേണ്ടത് അല്ലേ. അടുത്തത് 60 81 ആവണമെങ്കിൽ അത് 21 ആയിരിക്കും കൂടേണ്ടത്. നോക്ക്, 6 9 14 21 അങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കൂടി പോയിട്ടുള്ളത്. നമുക്ക് ഒരു വ്യക്തമായ റിലേഷൻ നമുക്ക് അവിടെ കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഒരു തവണ കൂടി ഡിഫറൻസ് എഴുതി നോക്കാം. 3 കൂടി, അടുത്തത് എത്ര, 9 14 ആയപ്പം 5 കൂടി, 14 21 ആയപ്പോൾ 7 കൂടി, സ്വാഭാവികമായി അടുത്ത കൂടേണ്ടത് 9. ഇവിടെ 2 ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത പ്രൈം നമ്പർ എന്താണ്, 11 കൂടേണ്ടത്. പക്ഷേ ഇവിടെ 2 ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന 3 5 7 9 ആ ഒരു പാറ്റേണിൽ തന്നെ പോവാം. അപ്പോൾ എന്ത് ചെയ്യണം, 9 ഡിഫറൻസ് ആണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 21ൻ്റെ കൂടെ 9 കൂട്ടി എത്ര, 30 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എത്ര, 81ൻ്റെ കൂടെ 30 കൂടണം. 81ൻ്റെ കൂടെ 30 കൂടുമ്പോൾ ആൻസർ വരേണ്ടത് എത്രയാണ്, 81 + 30 കൂടുമ്പോൾ 1 8 3 14 ആൻസർ എത്ര വരണം, 111 വരണം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സീരീസ് കൂടെ നമുക്ക് നോക്കാം.
55 75ആയി, അത് കഴിഞ്ഞ് 100ആയി, 135ആയി, 190ആയി. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിഫറൻസ് എഴുതി നോക്കാം. ഡിഫറൻസ് എഴുതി നോക്കുമ്പോൾ എത്രയാവും, ഇത് 20 അല്ലേ, അടുത്ത എത്ര 25 വീണ്ടും അടുത്ത എത്ര നോക്കിയേ 35 20 25 35, അടുത്ത എത്ര നോക്കിയേ 30 എന്താണ് എത്രയാണ് കൂടിയിരിക്കുന്നത്, 55 കൂടിയിരിക്കുന്നത് അല്ലേ, 55 കൂടിയിരിക്കുന്നത്. അപ്പോൾ നോക്ക്, ഇത് 20 25 35 55 വ്യക്തമായൊരു പാറ്റേൺ കിട്ടുന്നില്ല അല്ലേ. ഒരു തവണ കൂടി ഡിഫറൻസ് എടുത്ത് നോക്കാം. 5 10 20, അപ്പോൾ സ്വാഭാവികമായി അടുത്ത് എത്രയാണ് കൂടേണ്ടത്, 40, അതായത് 95 കൂടണം. 190ൻ്റെ കൂടെ 95 കൂടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കണം, 285 ആൻസർ ആയിട്ട് വരണം അല്ലേ, 285. കേട്ടോ, ഒരു തവണ സീരീസ് എഴുതി കിട്ടിയില്ല, ഒരു തവണ കൂടി സീരീസ് എഴുതി. അപ്പോൾ സീരീസിൻ്റെ ഡിഫറൻസ് എഴുതി നോക്കി കഴിഞ്ഞാൽ ഇതാണ് ഒരു സീരീസിനകത്ത് തന്നെ മറ്റൊരു സീരീസ് എന്ത് ചെയ്യുന്നു, ഒളിഞ്ഞു കിടക്കുന്ന ടൈപ്പുള്ള ചോദ്യം. യെസ്, അപ്പോൾ നമുക്ക് ഈ ചോദ്യം ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. ഇതിൻ്റെ ആൻസർ എത്ര കിട്ടും നമുക്ക് നോക്കാം. എന്താണ് ഡിഫറൻസ് എന്ന് എടുക്കാം അല്ലേ. 4 കൂടി അത് കഴിഞ്ഞ് എത്ര കൂടി കാണും, 11 കൂടി അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ 30 കൂടി കഴിഞ്ഞ് അടുത്തത് എനിക്ക് തോന്നുന്നു 67 കൂടിയിരിക്കുന്നത് അല്ലേ. വ്യക്തമായിട്ടുള്ളൊരു ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ഒരു തവണ കൂടി ഡിഫറൻസ് എടുത്ത് നോക്കാം. 7 പിടികിട്ടി, 11 ആകുമ്പോഴത്തേക്ക് അത് വന്നിട്ട് 19 കൂടിയിരിക്കുന്നത്, 19 കൂടി എന്നുള്ള കാര്യം പിടികിട്ടി. അതെന്താ 37. അപ്പോൾ നമുക്ക് ഒരു തവണ കൂടി ഡിഫറൻസ് എടുത്ത് നോക്കാം. കൃത്യമായിട്ട് നമുക്കൊരു ആൻസർ കിട്ടാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു തവണ കൂടി ഡിഫറൻസ് എടുക്കാം. എത്ര കൂടി കാണും, 12. അടുത്ത് നോക്കിയപ്പോൾ 18. ഇവിടെ നമുക്കൊരു പാറ്റേൺ നമുക്ക് എന്തുണ്ടു, 12 18, സ്വാഭാവികമായി 6 കൂടി എന്ന് മനസ്സിലാക്കുക അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, അടുത്തത് 6 കൂടി 24 ആകണം അല്ലേ. അപ്പോൾ 37ൻ്റെ കൂടെ 24 കൂടണം. 37ൻ്റെ കൂടെ 24 കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 20 50, 7 4 11 61 കൂടണം അല്ലേ, 61 കൂടണം. അപ്പോൾ 67ൻ്റെ കൂടെ 61 കൂടണം. കണ്ടില്ലേ, ആ ഒരു പാറ്റേൺ പോകുന്നത് മനസ്സിലായില്ലേ. 67ൻ്റെ കൂടെ 61 കൂടണം. 67ൻ്റെ കൂടെ 61 കൂടണം എന്ന് പറഞ്ഞാൽ 128 കൂടണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 139ൻ്റെ കൂടെ 128 കൂട്ടി 7 1 2 5 6 267 എന്ന് ആൻസർ നമുക്ക് പറയേണ്ടി വരും. കണ്ടോ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന സീരീസ് എത്രയാണ്, 267. കണ്ടോ, ഒരു 3 തവണയൊക്കെ നമ്മൾ എന്താണ് ഡിഫറൻസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. അടുത്ത നോക്ക്, ആൾട്ടർനേറ്റ് മിക്സഡ് സീരീസിനെ പറ്റിയാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ എന്താണ് ഒന്നിനകത്ത് മറ്റൊരു സീരീസ് ഉള്ള സീരീസിനെ പറ്റി പറഞ്ഞു. ഇവിടെ നമ്മൾ വ്യക്തമായ ഡിഫറൻസ് എടുത്തു. 44 52 54 62 നോക്കുമ്പോൾ വ്യക്തമായിട്ടുള്ള ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇത്ര മാത്രം നമ്മൾ ചെയ്താൽ മതി. നമ്മൾ ചെയ്യേണ്ട കേസ് എന്തുവാ, ഇവൻ്റെ ഡിഫറൻസ് ഒന്നും എടുത്തിട്ടൊന്നും ആൻസർ കിട്ടിയില്ല എങ്കിൽ ഇവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതായത് ഒന്നിടവിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. വേറെ ഒന്നും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഒന്നിടവിട്ടുള്ള റിലേഷൻ നോക്കിക്കേ. 44 54 54 64 64 അടുത്തത് എന്ത് ചെയ്യണം, 74 ആവണം. ഈ ടൈം കിട്ടി. അടുത്ത കണ്ടുപിടിക്കാനാണെങ്കിലോ 52 62 62 72 72 എന്താവണം, 82 ആവണം. കണ്ടോ, ഇതിനെ നമുക്ക് ഓൾട്ടർനേറ്റ് സീരീസ് എന്ന് പറയാം. മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാമല്ലോ. 15 23 19 20 23 17 27 14 31 11 അടുത്ത ടൈം എന്താണെന്നാണ് ചോദ്യം. നമുക്ക് ഓൾട്ടർനേറ്റ് സീരീസ് ആണെന്ന് നോക്കാം. 15 19 19 23 23 27 ശരിയാണ്. 15 19 ആയി, 19 23 ആയി, 23 27 ആയി, 23 30 27 31 ആയി, 31 4 കൂട്ടി 35 വരണം. കണ്ടോ, അങ്ങനെയല്ലേ, 4 കൂടി പോയിരിക്കുന്നത്, 4 കൂടി പോയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതാണെങ്കിലോ 23 20 ആയി, 20 17 ആയി, 17 14 ആയി, 14 എന്ന് പറഞ്ഞാൽ 11 ആയി, 11 3 കുറച്ച് എത്ര വരണം, 8 എന്ന് പറഞ്ഞു അല്ലേ. 35 വന്നു 8 വന്നു. 2 സീരീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കണ്ടെത്താൻ പറ്റി. നമുക്ക് അടുത്തൊരു സീരീസ് കൂടെ നോക്കിയേ. ഇത് നല്ല സീരീസാണ്, കുറച്ച് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മൾ CSEB ചോദിക്കില്ല. എന്നാലും ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ ഉൾപ്പെടുത്തിയതാണ്. ഇനി ഭാവിയിൽ ചോദിക്കുകയാണെങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ കിട്ടുന്നത്. നമുക്ക് നോക്കാം. 16 14 14 37 ഒരു കാരണവശാലും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ മിക്സഡ് സീരീസ് ആണെന്ന് നമുക്കറിയാം. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്കത് അറിയുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് 2 വിട്ടിട്ട് നോക്കാം. 16 19 ഓക്കെ, 19 22 സെറ്റായി. 16 3 കൂടി 19
19ൻ്റെ കൂടെ എത്ര കൂടി, അടുത്തത് 3 കൂടി 2 വിട്ട് 25, 25ൻ്റെ കൂടെ അടുത്ത 3 കൂടി എത്ര വരണം, 28 എന്ന് പറഞ്ഞൊന്ന് മനസ്സിലായി, സെറ്റായി. അടുത്ത 32 37 5 കൂടി, 37 42 5 കൂടി, 42 കൂടെ വീണ്ടും 5 കൂടി 47, 47 5 കൂടി 52, അങ്ങനെ പോകും. ഓക്കെ. അടുത്തത് 14 21 സെറ്റാണ്. 7 കൂടി എന്നുള്ള കാര്യം മനസ്സിലായി അല്ലേ? 14ൻ്റെ കൂടെ 7 കൂടുമ്പോൾ 21, 14 21 അല്ലേ? അത് കഴിഞ്ഞ് 21 കഴിഞ്ഞിട്ട് 7 കൂടെ കൂട്ടി നോക്കാം. 21ൻ്റെ കൂടെ 7 കൂട്ടുമ്പോൾ നമുക്ക് 28 വരുന്ന സംഖ്യ. 28ൻ്റെ കൂടെ വീണ്ടും ഒരു 7 കൂട്ടുമ്പോൾ 35. സംഭവം സെറ്റായി. എത്രയാണ് വരേണ്ടത്? ഇത് 3 സീരീസ് ഉണ്ട്. ഉത്തരം എത്രയാണ്? 28. ഇവിടെ 3 സീരീസ് ഉണ്ട് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വീണ്ടും നമുക്കൊരു ചോദ്യമുണ്ട്. 7 8 12 39 55 180 216 എന്ന് തുടങ്ങി പോകുന്നൊരു സീരീസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇത്രയും നേരം കുറേ സീരീസുകളെ പറ്റി നമ്മൾ പഠിച്ചു. പല ടൈപ്പിലുള്ള സീരീസിനെ പറ്റി ഇത്രയും നേരം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പല ടൈപ്പ് സീരീസുകൾ പഠിച്ചു. ഇതിൻ്റെ ആൻസർ നിങ്ങളിപ്പോൾ ചെയ്യണം. ഇതിൻ്റെ ആൻസർ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് ഇത്രയും നേരം നമ്മൾ കുറേ സീരീസുകൾ പഠിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ പോകാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമ്മൾ കുറേ സീരീസുകൾ പഠിച്ചില്ലേ? പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? ചെയ്യാൻ പറ്റണം അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്യൂലേ? അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ജസ്റ്റ് ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് പറയാം. 1 കൂടി 4 കൂടി, ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് അറിയാം. 1 കൂടി 4 കൂടി 4 കൂടി കഴിഞ്ഞാൽ 12 39 ആയപ്പോഴത്തേക്ക് 27 കൂടി, അത് കഴിഞ്ഞ് 27 39 55 ആകുമ്പോൾ എത്ര കൂടണം? 39 55 ആകുമ്പോഴത്തേക്ക് 55 കൂടിയിരിക്കുന്നത്. അപ്പോൾ 16 കൂടി അല്ലേ? അടുത്തത് 16 55 180 അപ്പോൾ എനിക്ക് തോന്നുന്നു അത് 125 കൂടിയിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റണം. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് പോകാൻ പറ്റും. ആദ്യം 1ൻ്റെ ക്യൂബ് കൂടി, അത് കഴിഞ്ഞ് 2ൻ്റെ സ്ക്വയർ കൂടി, 3ൻ്റെ ക്യൂബ് കൂടി, 4ൻ്റെ സ്ക്വയർ കൂടി, 5ൻ്റെ ക്യൂബ് കൂടി, അടുത്തത് 6ൻ്റെ സ്ക്വയർ കൂടും അല്ലേ? 6ൻ്റെ സ്ക്വയർ കൂടും അല്ലേ? 6ൻ്റെ സ്ക്വയർ എത്ര? 182 കൊണ്ട് എത്ര? 36 കൂടി. അടുത്ത് എന്ത് ചെയ്യണം? 7ൻ്റെ ക്യൂബ് കൂടും അല്ലേ? 7ൻ്റെ ക്യൂബ് കൂടണം. 343 കൂടി ആൻസർ പറയണം. ഓക്കെ. 216ൻ്റെ കൂടെ 343 കൂട്ടണം. കണ്ടില്ലേ? നല്ലൊരു സീരീസ് ആയിരുന്നു അല്ലേ? അപ്പം നമുക്കത് മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. 25 5 49 10 81 20 121 എന്ന് പറഞ്ഞു പോകുന്ന സീരീസ് നോക്കാം. ഓൾട്ടർനേറ്റ് സീരീസാണ്, നമുക്ക് നോക്കാം. നോക്ക്, ഇവിടെ കുറേ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് കാണാൻ പറ്റുന്നു അല്ലേ? ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അപ്പം നമുക്ക് നോക്കാം. ഇത് 5ൻ്റെ സ്ക്വയർ, ഇത് എന്തിൻ്റെ സ്ക്വയർ? 7ൻ്റെ സ്ക്വയർ, ഇത് എന്ത്? 9ൻ്റെ സ്ക്വയർ, ഇതെന്താ? 11ൻ്റെ സ്ക്വയർ. അപ്പോൾ അടുത്ത് നോക്കി, 5 10 10 20 അടുത്ത് എന്ത് ചെയ്യണം? ഉത്തരം 40. കണ്ട, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ആൻസറിലേക്ക് പോകാൻ പറ്റി അല്ലേ? വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റി, കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറ്റി അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. 74 62 82 78 109 159 173 എന്ന് പറഞ്ഞ് പോകുന്നു അല്ലേ? നോക്ക്, 74 62 കുറയാണ് ചെയ്തത്. 62 82 വീണ്ടും കൂടി, 72 എന്താണ് 78 വീണ്ടും കുറഞ്ഞു, പിന്നെ കൂടി, പിന്നെ നോക്കുമ്പോഴെന്താണ്? കൂടി 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 പോകുന്നു. ഇവിടെ എന്താണ്? തുടർച്ചയായിട്ട് 3 കൂടിയിരിക്കുന്നു. അപ്പോൾ നമ്മളെ എന്തോ ബുദ്ധിമുട്ടിക്കാനുള്ളൊരു സാധനം ഇതിനകത്തുണ്ട്. ആദ്യം ഒരു നമ്പർ ഉണ്ടായിരുന്നു, പിന്നൊന്ന് കുറഞ്ഞു, പിന്നൊന്ന് കൂടി, പിന്നൊന്ന് കുറഞ്ഞു, പിന്നൊന്ന് കൂടി. അപ്പോൾ നമ്മളെ എന്തോ ബുദ്ധിമുട്ടിക്കാനുള്ളൊരു സാധനം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ? ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം ഇതൊരു ആൾട്ടർനേറ്റ് സീരീസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. 74 82 82 109 109 173 ആവും. നമുക്ക് ഓൾട്ടർനേറ്റ് നമുക്ക് നോക്കാം. 74 82 ആവണമെങ്കിൽ എത്ര കൂടണം? 74 82 ആവണമെങ്കിൽ 8 കൂടണം. 82 109 ആവണമെങ്കിൽ 27 കൂടണം. 109 173 ആകണമെങ്കിൽ 64 കൂടണം അല്ലേ? ഇതെത്ര കൂടണം? ഇത് 2ൻ്റെ ക്യൂബ്, 3ൻ്റെ ക്യൂബ്, 4ൻ്റെ ക്യൂബ്. അടുത്ത 62 78 ഇവിടെ 62 78 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കൂടിയിരിക്കുന്നു എന്ന് പറയാം? 16 കൂടിയിരിക്കുന്നു അല്ലേ? 16 കൂടാ അല്ലേ? അപ്പോൾ എന്താണ് 60 70 72 6 78 അല്ലേ? 78 എത്രയായി? 159 78 159 ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും കൂടിയിട്ടുള്ളത്? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എത്രയാണ്? 159 മൈനസ് 78 അല്ലേ? 1 വരുന്നു. ഇവിടെ എത്രയാണ്? 15 ആണ്. 15 7 പോകുമ്പോൾ 8 81 അല്ലേ?
81. അപ്പം എന്താണ് 4ൻ്റെ സ്ക്വയർ, അത് കഴിഞ്ഞ് എത്ര 5ൻ്റെ സ്ക്വയർ, സോറി 5ൻ്റെ അല്ല 9ൻ്റെ സ്ക്വയർ കൂടി അല്ലേ. അപ്പം അടുത്ത് എത്ര കൂടണം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പിടി കിട്ടും. എന്താണ് 2ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ, അതിനുശേഷം 9ൻ്റെ സ്ക്വയർ ആണ് കൂടിയിരിക്കുന്നത് എങ്കിൽ അടുത്ത് എത്രയായിരിക്കും. അപ്പോൾ നമ്മൾ സ്ക്വയറുകൾ നോക്കി കഴിയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ നമുക്ക് നോക്കാം. നമ്മൾ സ്ക്വയറുകൾ നോക്കുന്നതിനെക്കാട്ടി കുറച്ച് നല്ലത് ഈ 16 എന്ന് പറഞ്ഞാലേ 2⁻³ അല്ലേ, സോറി 2⁴ അല്ലേ, 2⁴ ആണ്. അപ്പോൾ ഈ 81 എന്ന് പറഞ്ഞാൽ 3⁴ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത കൂടേണ്ടത് 4⁴ അല്ലേ. എന്താ 4⁴ എന്ന് പറഞ്ഞാൽ 4⁴ എന്ന് പറഞ്ഞാൽ 4 എന്നാണ്. അപ്പോൾ എന്താണ് 16, അടുത്തത് 16 × 16 എത്ര 256. എത്രയാണ് കൂടേണ്ടത് 159ൻ്റെ കൂടെ 256 കൂടി നമുക്ക് എന്ത് ചെയ്യണം, ആൻസറിലേക്ക് പോകണം. നോക്കാം എത്ര കിട്ടും. 5 ശിഷ്ടം 1 എന്ത് ചെയ്യണം നോക്കാം. എത്രയാണ് ഇവിടെ 159 ആണ് എൻ്റെ കൂടുന്നു. 5 5 10, 10 1 11 ശിഷ്ടം 1, 415 ആൻസർ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് പലതരത്തിലുള്ള സീരീസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. കുറേ ടൈപ്പ് സീരീസുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് പറഞ്ഞ സീരീസുകളെല്ലാം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ സീരീസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് വരാൻ പോകുന്നത് നമ്പർ സീരീസിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആൽഫബറ്റ് സീരീസും കൂടെയാണ്. അതും കൂടെ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ സെറ്റാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി തന്നെ ടോപ്പിക്ക് പഠിക്കുക. വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.